ഇന്നലെ ലൈവിൽ നടന്ന ഒരു രസകരമായ കാര്യമുണ്ട്. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ ഗബ്രിയും ജാസ്മിനും സംസാരിക്കണം. അപ്പോൾ ജാസ്മിൻ പോയിട്ട് ഗബ്രി കിടക്കുകയാണ് കേട്ടോ. ഗബ്രിയുടെ അടുത്ത് പോയിട്ട് കൺവിൻസ് ചെയ്യാനായിട്ട് നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. ഗബ്രി വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ജാസ്മിൻ ഇങ്ങനെ സംസാരിച്ച് തളർന്ന അവശയായിട്ട് ഇമോഷണലി, ജാസ്മിൻ്റെ ഒരു പരിപാടിയാണല്ലോ, പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ജാസ്മിൻ അങ്ങ് പിന്നെ സങ്കടത്തിൻ്റെ ഒരു മോഡ് സ്വിച്ച് ഓൺ ചെയ്യും. പിന്നെ ഇങ്ങനെ തല കുമ്പിട്ടിരുന്ന് കരയുന്ന പോലെ അങ്ങിരിക്കും. ഞാൻ നിന്റെ പുറകെ എത്ര തവണ വന്ന് ഗബ്രി, എത്ര തവണ എല്ലാവരും കണ്ടു, നീ എല്ലാവരുടെയും മുന്നേ എന്നെ ഇൻസൾട്ട് ചെയ്തു, എന്നെ ഹരാസ് ചെയ്തു, മറ്റത് മറിച്ചത്. ഞാൻ പറഞ്ഞത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഗബ്രി, എന്നോട് ക്ഷമിക്കും ഗബ്രി, സോറി ഗബ്രി, നീ ഒന്ന് ചിരിക്കടാ, നീ ഒന്ന് മിണ്ടടാ ഗബ്രി, ഗബ്രി നീ ഒന്ന് ചിരിക്കടാ, നീ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ എന്നൊക്കെയുള്ള ജാസ്മിൻ്റെ ഒരു നമ്മൾ കേട്ട് തഴമ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥിരം പല്ലവികൾ പാടുന്നതിനിടയിൽ ജാസ്മിൻ ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ നമ്മുടെ ഗബ്രിക്ക് ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് തോന്നി, ആത്മാർത്ഥമായിട്ട് തോന്നിയതായിരിക്കും. അങ്ങനെ ഗബ്രി പതുക്കെ കൈയെടുത്ത് ജാസ്മിൻ്റെ ഷോൾഡറിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ വെക്കുകയാണേ. അപ്പോൾ വെച്ചതിന് ശേഷമാണ് പെട്ടെന്ന് ഗബ്രിക്ക് ഓർമ്മ വന്നത്, ക്യാമറകളൊക്കെ ഇവിടെയുണ്ട്, ഇനി ഏതെങ്കിലും ക്യാമറ ഇതെങ്ങാനും എടുത്തിട്ട് ഇതെങ്ങാനും പുറത്തുപോയി വീണ്ടും സീനാവോ. ആക്ച്വലി പെട്ടെന്ന് പുള്ളി കോൺഷ്യസ് ആയി. അപ്പോൾ ഗബ്രി ഉടനെ നൈസായിട്ട് തിരിഞ്ഞ് ക്യാമറയിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആരും കണ്ടില്ലല്ലോ അല്ലല്ലേ. അപ്പോൾ ഇതിനോടകം തന്നെ ബോസണ്ണ, എടാ ഇത് വൈറലാണ് നാളെ, ഇത് ഏറിപ്പോയി കഴിഞ്ഞു എന്ന് ബോസണ്ണൻ അവിടെ വിചാരിച്ചു, സാധനം ഷൂട്ടും ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അപ്പോഴാണ് ഗബ്രി ക്യാമറ കാണുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഗബ്രി കുറച്ചും കൂടെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ഒന്നിരുന്നിട്ട് പിന്നെ ഭയങ്കര ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് പിന്നെ സംസാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും ജാസ്മിൻ എന്ത് ചെയ്തു, ജാസ്മിൻ കയറി ഗബ്രിയുടെ കൈ കയറി പിടിച്ച് സങ്കടം ആശ്വസിപ്പിച്ചല്ലോ. അപ്പോൾ പിന്നെ സങ്കടം മാറ്റാനായിട്ട് പിന്നെ ജാസ്മിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പിന്നെ വീണ്ടും ഒരു പഴയ പോലെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവർ ക്യാമറയെ നല്ലപോലെ ഭയക്കുന്നുണ്ട്. ഗബ്രിക്ക് അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ അടുത്തൊന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഹഗ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടം കാണും, അല്ലെങ്കിൽ ഒന്ന് കൈപിടിച്ചിരിക്കാൻ പറ്റാത്ത ഒന്ന് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടാവും. കാരണം ഇതെല്ലാം ഏറിപ്പോയിട്ട് എയറിലായിരിക്കുകയാണല്ലോ ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ക്യാമറയെ ഭയന്നാണ് ഓരോ നിമിഷം അവിടെ കഴിച്ചു കൂട്ടുന്നതെന്ന് വ്യക്തമാണ്. പക്ഷേ ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഇവിടെ തീർച്ചയായിട്ടും ക്യാമറയെ പേടിച്ചേ പറ്റൂ മക്കളെ. ഇപ്പോൾ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ ജാസ്മിൻ്റെ കൈ പിടിക്കാൻ പോലും, അല്ലെങ്കിൽ ഒന്ന് ഷോൾഡറിൽ കൈ വെച്ചൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഗബ്രിക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് തിരിഞ്ഞ് ക്യാമറയിൽ ഒന്നിങ്ങനെ നോക്കുന്നത്. മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഫസ്റ്റ് ടൈം ജാസ്മിൻ്റെ കൈ പിടിച്ചൊരു ഉമ്മ വയ്ക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ പെട്ടെന്ന് റൂമിൽ ഇരുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഈ ഒരു കാര്യത്തിലേക്കൊക്കെ പോകുന്നത്, കയ്യിൽ ഉമ്മ വയ്ക്കുന്നതൊക്കെ. പക്ഷെ അതിന് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ചാൽ പിന്നെ ക്യാമറയും ആൾക്കാരും ഒന്നൊരു പ്രശ്നമില്ല എന്നുള്ള ലെവലിലേക്ക് പോയി. അപ്പോഴാണ് അവർക്ക് പണി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഭയങ്കര പേടിച്ചാണ് സംഗതി ഗബ്രി അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഗബ്രി പരമാവധി ഒരു ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെന്നാൽ ജാസ്മിൻ അത്ര മനസ്സിലായിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.